അപ്പോൾ ഈ ഒരു പുതിയ മണിക്കൂറിൽ നമ്മൾ ആദ്യം പോകുന്നത് കട്ടപ്പന ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. അവിടെ ഈ കൊലപാതകം നടന്ന വീട്ടിൽ കുഴിച്ചിട്ട മൃതദേഹങ്ങളൊക്കെ ഇന്ന് പുറത്തെടുക്കുന്നുണ്ട്. സംഭവത്തിൽ വിഷ്ണു, അമ്മ സുമ എന്നിവരെ കൂടി പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് നാണക്കേട് ഭയന്ന് എന്നാണ് മൊഴി ലഭിച്ചിരിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ കൊന്നത് നിതീഷ് തന്നെയാണ്. നന്ദുഷയാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ഉള്ളത്. നന്ദു, ഈ നമ്മളെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതക കേസാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അന്വേഷണമാണ് ഇത്രയും വലിയ ക്രൂരവും നിഷ്ഠൂരവുമായ കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാൻ പോലീസിനെ സഹായിച്ചത്. അപ്പോൾ ഇന്ന് ഈ പോലീസ് നടപടികൾക്കൊക്കെ എപ്പോഴാകും തുടക്കമാവുക? പ്രതികളെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പിനാണോ പോലീസ് ശ്രമിക്കുന്നത്? പോലീസ് നായകയൊക്കെ അടക്കം അവിടെ എത്തിച്ചുള്ള ഒരു വിശാലമായ ഒരു തെളിവെടുപ്പിനാണോ പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രേക്ഷകരോട് ഈ മണിക്കൂറിൽ പങ്കുവെക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം? സേതു, പ്രതികളിൽ ഒരാളായിട്ടുള്ള നിതീഷിനെ ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പിനാണ് പോലീസ് ആദ്യം മുതിരുന്നത്. അല്പസമയത്തിനകം നിതീഷിനെയും ചേർന്ന് അന്വേഷണ സംഘം ഇവിടെ കാജിയാറിലെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെയാണ്, ഈ വീട്ടിനുള്ളിലാണ് പ്രതികളിൽ ഒരാളായിട്ടുള്ള വിഷ്ണുവിൻ്റെ അച്ഛൻ വിജയനെ കൊന്ന് കുഴിച്ചുമൂടിയതെന്ന് പ്രതികളുടെ മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഈ മൃതദേഹം ഉൾപ്പെടെ ഉള്ളത് കോൺക്രീറ്റ് തറ പൊളിച്ച് പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായാണ് പോലീസ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ നിതീഷിനെ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. ഇവരുടെ എല്ലാം വെളിപ്പെടുത്തലുകൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം കുട്ടികളുടെ ഈ ആദ്യത്തെ കുട്ടിയുടെ തന്നെ ഏതാണ്ട് ഇപ്പോൾ പ്രതി നിതീഷുമായി പോലീസ് സംഘം എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാഞ്ചിയാറിലെ വീട്ടിലേക്ക് നിതീഷുമായി പോലീസ് സംഘം എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രതികളിൽ ഒരാളായിട്ടുള്ള വിഷ്ണുവിൻ്റെ അച്ഛൻ വിജയനെ കുഴിച്ചു മൂടിയിരിക്കുന്ന കോൺക്രീറ്റ് തറ മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് ഇത് നടക്കാനിരിക്കുന്നത്. ഫോറൻസിക് സംഘവും ഒപ്പമുണ്ട്. ദൃശ്യങ്ങളിലേക്ക് പോകാം. പ്രതിയുമായി പോലീസ് സംഘം വിഷ്ണുവിൻ്റെ അച്ഛൻ വിജയനെ കൊലപ്പെടുത്തിയ വീടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതിനുള്ളിലാണ് കോൺക്രീറ്റ് തറയ്ക്കുള്ളിൽ വിജയനെ കുഴിച്ചു മൂടിയ നിലയിൽ ഉള്ളത്. നന്ദു, ഈ പ്രതിയുമായിട്ട് പോലീസ് വീടിനകത്തേക്ക് പോകുന്നു. അകത്തേക്ക് മാധ്യമങ്ങൾക്കൊന്നും പ്രവേശനമില്ല അല്ലേ? സേതു, മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് പോലീസ്. വളരെ പഴുതടച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്ന അന്ന് മുതൽ തന്നെ വീടിൻ്റെ മുന്നിലെ വഴിയിൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മറ്റുള്ളവരെ ആരെയും അകത്തേക്ക് കയറ്റി വിടാത്ത രീതിയിലായിരുന്നു ഈ പോലീസിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. കൃത്യമായ നമുക്ക് റോഡിൽ നിന്ന് ആ വീട് കാണാൻ പറ്റില്ല നന്ദു. കാരണം നമുക്കിപ്പോ ആ വീട്ടിലേക്ക് പോകുന്ന വഴി മാത്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. വീട് ഏറെ ഉള്ളിലേക്കാണോ? സേതു, ഈ വീടിൻ്റെ പ്രത്യേകത ഇതൊരു ചെറിയ ഉയരത്തിൽ നിൽക്കുന്ന, അതായത് പൊതുവഴിയുമായി കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഈ വീടുള്ളത്. ഇതിന് ചുറ്റും ഉയരത്തിൽ ഏലച്ചെടികളുള്ളതിനാൽ വീട് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അധികം ദൃശ്യമാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് പുറത്തു നിന്നുള്ള ആളുകൾക്ക് കാണുന്നതിൽ പരിമിതിയുണ്ട്. അതൊക്കെ തന്നെ ഇതിലൊരു വലിയ ഈ കൊല നടന്നത് പുറംലോകം അറിയാതിരിക്കാൻ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. ഈ പോലീസ് സംഘം ഇവിടെ എത്തി ആദ്യം പരിശോധന നടത്തിയപ്പോൾ തന്നെ ഈ വീടിൻ്റെ ഒറ്റപ്പെട്ട നിലയിലുള്ള ഈ ഒരു സ്ഥാനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. കാര്യം വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വളരെ ദുരൂഹമായ ഒരു സ്ഥാനത്താണ് ഈ വീടിൻ്റെ നിൽക്കുന്നത്. ചുറ്റും ഏലക്കാടുകളാണ്, വലിയ മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ പൊതുവഴിയിൽ നിന്ന് നോക്കുന്ന ആർക്കും ഈ വീട് പെട്ടെന്ന് ദൃശ്യമാകുന്ന തരത്തിലല്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഏതായാലും ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉള്ളിലേക്ക് കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാധ്യമങ്ങൾ ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുവാൻ പരമാവധി ശ്രമിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ തടയുകയാണ് ഉണ്ടായത്. എന്നാലത്തെ പോലും പുറത്തുനിന്ന് പോലും ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പകർക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ഥാനത്തായിരുന്നു ഈ വീടിൻ്റെ നിൽപ്പ്. നന്ദു, ഇത് 2016 ഈ കുഞ്ഞിനെ, ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷമാണ്
പിന്നീടാണ് ഈ വിജയനെ കൊലപ്പെടുത്തിയത്, വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടായത്. വിജയനെ വീടിന്റെ ഉള്ളിലെ തറയിലും പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ തൊഴുത്തിലുമാണ് കുഴിച്ചു മൂടിയതെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ ഈ രണ്ട് മൃതദേഹങ്ങളും പുറത്തെടുക്കാനുള്ള ശ്രമമാണോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാവുക? ഈ കുഞ്ഞിനെ 2016 കുഴിച്ചിട്ട് കുഞ്ഞിലേക്ക് ഇനിയിപ്പോൾ എന്ത് കിട്ടാനാണല്ലേ? അപ്പോൾ ആ രീതിയിൽ അങ്ങനെ രണ്ടുപേരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കാനാണോ പോലീസിന്റെ നീക്കം? സേതു, ഇതിൽ പ്രതികളുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് ഈ കാഞ്ചിയാറിലെ വീട്ടിൽ വെച്ചല്ല, അത് ഇവരുടെ സാഗര ജംഗ്ഷനിലുള്ള മറ്റൊരു സ്വന്തം വീട്ടിൽ വെച്ചാണ്. ആ വീട് കഴിഞ്ഞ ജൂൺ മാസത്തോടെ ആ വീട് ഇവർ കാഞ്ചിയാറിലേക്ക് എത്തുകയായിരുന്നു. ഈ കാഞ്ചിയാറിലെ വാടക വീട്ടിൽ വെച്ചാണ് ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള വിഷ്ണുവിൻ്റെ അച്ഛനെ കൊലപ്പെടുത്തുന്നത്. ഇന്നലെ വന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അമ്മയ്ക്കും ഈ അച്ഛനെ കൊലപ്പെടുത്തിയതിനകത്ത് പങ്കുണ്ട്. വിഷ്ണുവിൻ്റെ അമ്മയും വിഷ്ണുവും നിതീഷും, അതായത് വിഷ്ണുവിൻ്റെ സുഹൃത്തായിട്ടുള്ള നിതീഷും ചേർന്നാണ് ഈ സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് വന്നത്. ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് ദുരഭിമാനത്തിൻ്റെ ഭാഗമായി, അതായത് ഈ തെറ്റായ ബന്ധത്തിലുണ്ടായ ഒരു കുട്ടിയായതിനാൽ ആണ് അതിനെ കൊലപ്പെടുത്തിയതെന്നാണ് ഇന്നലെ പ്രതികളുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായത്. വിഷ്ണുവിൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ഇവർ തമ്മിൽ മകനും അച്ഛനും തമ്മിൽ നിരന്തരം തർക്കങ്ങളുണ്ടായിരുന്നു. ഈ തർക്കങ്ങളുടെ തുടർച്ചയായിട്ടാണ് അച്ഛനെ കൊലപ്പെടുത്തിയത്. അതിൽ അമ്മയ്ക്കും പങ്കുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇന്നലെ പ്രതികളുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നത്. ഏതായാലും അത്യന്തം ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുർമന്ത്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ചർച്ചയായിരുന്നു. അതിനെ തുടർന്നാണ് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ഇലന്തൂർ നരബലി പോലെ മറ്റൊരു നരബലിയോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയും ഒക്കെ തന്നെ ആളുകളെല്ലാം തന്നെ പറയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആദ്യ ഘട്ടത്തിൽ ഈ കേസ് മുന്നോട്ട് പോയിരുന്നത്. ഏതായാലും നിലവിൽ ഈ പ്രതികളിലെ ഒരാളായിട്ടുള്ള നിതീഷിനെ ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റൊരാളായിട്ടുള്ള വിഷ്ണുവിന് കാലിന് ഗുരുതരമായി പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായതിനാൽ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാനായിട്ടില്ല. ഏതായാലും നിതീഷുമായി പോലീസ് സംഘം വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. വിഷ്ണുവിൻ്റെ അച്ഛൻ, പ്രതികളുടെ ഒരാളുടെ വിഷ്ണുവിൻ്റെ അച്ഛൻ മൃതദേഹം ഈ വീടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിലാണെന്നാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴികളിൽ നിന്നും വ്യക്തമാകുന്നത്. ആ മൃതദേഹം പുറത്തെടുത്തുള്ള പരിശോധനകളടക്കം പോലീസ് ഇന്ന് പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. സേതു. ശരി നന്ദു, കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ കേസിലെ പ്രതിയെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പിന് പോലീസ് തുടക്കം കുറിച്ചിരിക്കുന്നു. മൃതദേഹം പുറത്തെടുത്ത്, അതായത് ഈ മരിച്ച വിജയന്റെ മൃതദേഹം പ്രതികൾ കൊന്നതിനു ശേഷം ഭാര്യ സുമയുടെ അടക്കം സഹായത്തോടുകൂടി താമസിക്കുന്ന വീടിന്റെ തറ പൊളിച്ച് ആണ് മൃതദേഹം മറവ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും അത് കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. ഈ പ്രതികളിലെ ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ വീട്ടിലെത്തിയ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. ഈ ഒരു ദൃശ്യം, അതായത് തറ വീണ്ടും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് ഈ പോലീസിലൊരു അസ്വാഭാവികത ഉയർത്തിയ ഒരു സംഭവം ഇത് തന്നെയാണ്. അപ്പോൾ ഈ തറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തുള്ള പരിശോധനയ്ക്കാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. പ്രതി നിതീഷിനെ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. മാധ്യമങ്ങൾക്കടക്കം പ്രവേശനമില്ല. അങ്ങനെ വളരെ സുരക്ഷിതമായ രീതിയിൽ മഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. നന്ദുഷ തുടരുന്നുണ്ട്. നന്ദു, ഇതിൽ ഈ ഒന്നാം പ്രതിയാണ് നിതീഷ്. അപ്പോൾ ഭാര്യ സുമയുടെ അടക്കം സഹായത്തോടു കൂടിയാണ് ഈ വിജയനെ മറവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊലപാതകത്തിൽ ഇവർക്കും പങ്കുണ്ടോ? ഈ പിഞ്ച് കുഞ്ഞിന്റെ, അതായത് നവജാത ശിശുവിന്റെ കൊലപാതകത്തിലടക്കം ഈ വീട്ടിലെ സ്ത്രീകൾക്കും പങ്കുണ്ടെന്നാണോ പോലീസ് പറയുന്നത്? സേതു, ഈ മകൾക്ക്, അതായത് കൊല്ലപ്പെട്ട വിജയൻ്റെ മകൾക്ക് നിതീഷിലുണ്ടായ കുട്ടിയെയാണ് 4 ദിവസം പ്രായമായപ്പോൾ തന്നെ കൊലപ്പെടുത്തുന്നത്. അതിൽ തീർച്ചയായും ഈ വിജയന് പങ്കുണ്ട്. കാര്യം മകൾ ഇത്തരത്തിൽ തെറ്റായ ബന്ധത്തിലൂടെ ഉണ്ടായ ഒരു കുട്ടിയെ പ്രസവിച്ചുകൊണ്ടുണ്ടായ ഒരു ദുരഭിമാനത്തിൻ്റെ പേരിലാണ് ഈ തരത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയത്. ഏതായാലും ഈ പറയുന്ന നിതീഷിന് ഈ പറയുന്ന 2 കൊലകളിലും, അതായത് കുഞ്ഞിൻ്റെ കൊലപാതകത്തിലും അതോടൊപ്പം തന്നെ വിജയൻ്റെ കൊലപാതകത്തിലും കൃത്യമായ പങ്കുണ്ട്. അതിനാൽ തന്നെയാണ് ഈ കേസിലെ മുഖ്യപ്രതിയായി നിതീഷിനെ നാം പറയുന്നത്. അതോടൊപ്പം തന്നെ വിഷ്ണുവിനും സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തുന്നതിനകത്തും അതുപോലെ തന്നെ ഈ സഹോദരിയുടെ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിനകത്തും കൃത്യമായ അറിവുണ്ടായിരുന്നു, കൃത്യമായ പങ്കുണ്ടായിരുന്നു. ഇവർ 2 പേരും ചേർന്ന് വർഷങ്ങളായി മോഷണങ്ങൾ ഉൾപ്പെടെയുള്ള പല കുറ്റകൃത്യങ്ങളും ചെയ്തു വരുന്നവരാണ് എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മൊഴി.
എന്തായാലും തുടർച്ചയായ മോഷണങ്ങളിൽ മാർച്ച് 2-ാം തീയതി ഇവർ പിടിക്കപ്പെടുകയും ആ വെറുമൊരു മോഷണ കേസ് മാത്രമായി ഒതുങ്ങിയേക്കാവുന്ന ഈ കേസിനെ പ്രതികളെ കൃത്യമായി പരിശോധന നടത്തി അവരെ ചോദ്യം ചെയ്ത് അവരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനകളും ഒക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 കൊലപാതകങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു കൊലപാതക പരമ്പര അല്ലെങ്കിൽ മോഷണ പരമ്പരയെ തുടർന്നുണ്ടാകുന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് വെളിവായ ഒരു കൊലപാതക പരമ്പരയായി ഇത് മാറിയത്. ഇവർ രണ്ടുപേരും തന്നെ ആദ്യമേ വളരെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു ആദ്യം സംസാരിച്ചിരുന്നത്. അതിൽ തുടർന്ന് പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ ചോദ്യം ചെയ്യലിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ 2 കൊലപാതകങ്ങളുടെ വിവരങ്ങൾ പുറത്തറിയുന്നത്. ഈ ആദ്യ കൊല നടന്നത് 2016 കട്ടപ്പന സാഗര ജംഗ്ഷനിലെ ഇവരുടെ സ്വന്തം വീട്ടിൽ വെച്ചാണ്. ആ കൊലപാതകത്തിന് ശേഷം ഇവർ ഈ 2023 ഓഗസ്റ്റോടെ ഇവിടെ കാഞ്ചിയാറിലെ വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു. രാവിലെ നമ്മൾ ഈ ഹൗസ് ഓണറുമൊക്കെയായിട്ട് സംസാരിച്ചിരുന്നു. ഹൗസ് ഓണർ നമ്മളോട് പറഞ്ഞത് ഇവർ കൃത്യമായ വിവരങ്ങൾ ഒന്നുമല്ല പറഞ്ഞിരുന്നത്. ഈ അമ്മയും സഹോദരിയും ഒന്നും ഈ വീട്ടിൽ താമസിക്കുന്നതായി പോലും വീട്ടുടമസ്ഥയെ അറിയിച്ചിട്ടില്ല എന്നാണ് ഈ വീട്ടുടമസ്ഥയായിട്ടുള്ള സോളി നമ്മളോട് പ്രതികരിച്ചത്. അമ്മയും സഹോദരിയും പൂനെയിലെ ആണ് ജോലി ചെയ്യുന്നത്. അച്ഛൻ വിജയൻ എറണാകുളത്തൊരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. വിഷ്ണുവിൻ്റെ പേര് പോലും അജിത്ത് എന്ന് മാറ്റി പറയുകയായിരുന്നു. അതിനാൽ തന്നെ ഈ ഹൗസ് ഓണർക്കും കൃത്യമായ ഒരു വിവരം ഇവരെ പറ്റിയില്ലായിരുന്നു. ഈ വീട്ടുടമസ്ഥയായിട്ടുള്ള സോളിയുടെ അയൽവാസികളാണ് ഈ വിഷ്ണുവിനെയും വിജയനെയും സോളിക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട് സോളി ഇവർക്ക് വാടകയ്ക്ക് നൽകുന്നത്. ആ വാടകയ്ക്ക് പിരിക്കാൻ പോലും ഇവിടേക്ക് വരാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ആദ്യഘട്ടത്തിൽ സോളിയുടേത്. കാര്യം ഇവിടെ എത്തുമ്പോൾ ഓരോരോ ഒഴിവുകൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. വാടക കൃത്യമായി എല്ലാ മാസവും സോളിയുടെ TB ജംഗ്ഷനിൽ കട്ടപ്പന TB ജംഗ്ഷനിലുള്ള വീടുകളിൽ എത്തിച്ചു നൽകുകയായിരുന്നു. അപ്പോൾ ജോളി കൃത്യമായി ഇവിടേക്ക് എത്തുന്ന സമയങ്ങളിലെല്ലാം തന്നെ പറയുമായിരുന്നു, നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോഴൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോഴൊന്നും ഇവർ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അപ്പോൾ ഏതായാലും ഈ വീടിനുള്ളിൽ ഈ 2 സ്ത്രീകൾ ഉണ്ടായിരുന്ന വിവരം പോലും മറ്റാരും അറിയാതെ മാസങ്ങളോളം ദുരൂഹമായി അല്ലെങ്കിൽ നിഗൂഢമായി നിർത്താൻ ഇവർക്കായി. ഈ 2 സ്ത്രീകളെ, അതായത് വിഷ്ണുവിൻ്റെ അമ്മയും സഹോദരിയും ഈ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയ സമയം ഇവർ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു മാനസിക നില തെറ്റിയ നിലയിലായിരുന്നു. കാര്യം മാസങ്ങളായി വീടുകൾക്കുള്ളിൽ മാത്രം നിന്നിരുന്ന ഒരു രീതിയിലായിരുന്നു ഈ 2 സ്ത്രീകളും ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. അതിനിടയിൽ തന്നെ ഈ 2 സ്ത്രീകളും 2 കൊലപാതകങ്ങൾ കാണുകയുണ്ടായി. ഈ വിജയൻ്റെ കൊലപാതകത്തിൽ വ്യക്തമായ പങ്ക് ഈ വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് വിജയൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നതായി നില പ്രതികളുടെ ഭാഗത്തു നിന്ന് വന്ന മൊഴിയിൽ നിന്നും വ്യക്തമായി. ഏതായാലും 2 പേരും ഈ വിഷ്ണുവും നിതീഷും ഇവർ കൃത്യമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു വരുന്നവരാണ്. സ്വന്തം പേര് പോലും മറച്ചു വെച്ച് വീട്ടുടമസ്ഥ ഈ വാടകയ്ക്ക് വീട് നൽകിയ സ്ത്രീയെ പോലും കബളിപ്പിച്ചാണ് ഇവിടെ മാസങ്ങളായി താമസിച്ച് വന്നിരുന്നത്. ഇവിടെ ഈ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് PSCക്ക് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്നാണ് വിഷ്ണു വീട്ടുടമസ്ഥയോട് പറഞ്ഞിരുന്നത്. അതൊക്കെ വിശ്വസിച്ചാണ് ആ സ്ത്രീ ഈ വീട് ഇവർക്ക് വാടകയ്ക്ക് നൽകിയത്. ഏതായാലും നിലവിൽ അന്വേഷണം വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൃതദേഹമൊക്കെ കണ്ടെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നതാണ്. ശാസ്ത്രീയമായ ഫോറൻസിക് സംവിധാനത്തിൻ്റെ ഒക്കെ തന്നെ സഹായത്തോടെയുള്ള പഴുതടച്ച അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കട്ടപ്പന DYSP, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP എല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നാട്ടുകാരും വളരെ വലിയ രീതിയിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവരാരും ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഈ 2 പേരെ പറ്റിയും യാതൊരു വിവരവും ഇല്ലാത്തവരാണ്. അപൂർവമായി ഇവർ ബൈക്കിൽ പോകുന്നതൊക്കെ പ്രതികരണം എന്താണ്? ഹൗസ് ഓണർക്കോ അല്ലെങ്കിൽ ഈ നാട്ടിലെ നമ്മുടെ ഈ വീട്ടിൻ്റെ പരിസരത്തുള്ളവർക്ക് പോലും ഇവരെ പറ്റി യാതൊരു പരിചയവുമില്ലെന്നാണ് നമ്മളോടെല്ലാം പറഞ്ഞത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇവിടെയാണോ എന്നെ വീടാ തൊട്ടാക്കരയ്ക്ക്? ഞാൻ ഇതിന്റെ തൊട്ടാക്കര. ഇല്ല, ഞാൻ പുളിയമ്മ. പിന്നെ ഇവിടേക്ക് തന്നെയാ. ഇവരൊന്നും ഒരു സ്ഥലം കണ്ടിട്ടില്ല, ഒരു വിവരമില്ല, ഇതിൽ കണ്ടുപരിചയം പോലും ഇല്ല. ഒരു ഇവിടെ ഞാൻ ഒരു പരിചയമില്ല. ഇവർ ഈ വാടകയ്ക്ക് താമസിക്കുന്ന 2 പേരെ പറ്റിയും യാതൊരു പരിചയവുമില്ല എന്നാണ് പരിസരവാസികൾ പോലും പറയുന്നത്. നമുക്കറിയാം ജൂൺ മാസം മുതൽ തന്നെ ഇവരിവിടെ താമസം ആരംഭിച്ചിരുന്നു. എന്നാൽ ആരെപ്പറ്റിയും ഇപ്പോൾ 2024 മാർച്ച് മാസമായിരിക്കുന്നു. എന്നാൽ തന്നെയും ആരെപ്പറ്റിയും ഒരു വിവരവും ഇല്ലാത്തൊരു തരത്തിലാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ഉള്ളത്. കാരണം
ആർക്കും പിടികൊടുക്കാത്ത അല്ലെങ്കിൽ ആരോടും സംസാരിക്കാത്ത തരത്തിലുള്ള രണ്ട് പ്രകൃതക്കാരായിരുന്നു വിഷ്ണുവും നിതീഷും. അവർ തുടർച്ചയായി കവർച്ചയും മറ്റും നടത്തിയിരുന്നതിനാലാണ് ഇത്തരത്തിൽ അടഞ്ഞ ഒരു ജീവിതശൈലിയുമായി മുന്നോട്ട് പോയിരുന്നത് എന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിൽ പുറത്തു വരാനുള്ള എല്ലാ സത്യങ്ങളും ഉടൻ തന്നെ പോലീസിൻ്റെ പഴുതടച്ച അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, നാട്ടുകാരും കൂടുന്നുണ്ട്. ഏതായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സേതു.